ഹലോ ഗായ്സ്, ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മള് നല്ല ദോശ പരിപാടിയിലാണ്. ഓള് നല്ല ദോശ ചുട്ടുകൊണ്ടിരിക്കാണ്. ഇവിടെ ഇപ്പാക്ക് ഇഡലി ഇതിലുണ്ട് കേട്ടോ. കുട്ടികള് നീച്ചു. പിന്നെ ചോറിനുള്ളത് അടുപ്പ് കത്തിച്ചാണ് ഉമ്മ. അപ്പൊ അതും അങ്ങനെ ആവും. എന്താ പരിപാടി? ചൂട് തന്നെ നമുക്ക് ഉച്ചക്ക് ചിക്കനാ ബീഫാ എന്തല്ലേ ഫ്രിഡ്ജില്? കാട് നിർത്തി പൊരിച്ച മന്തി. ഞങ്ങള് പെരയില് ഫുള്ള് വെജക്കാലോ പച്ചക്കറിയൊക്കെ കേട്ടോ. അല്ലേക്കാ ഇത് ഓന് കൊണ്ടേറ്റ് കൊടുക്ക്. അവൻ ഇറച്ചി, മീന്, ആട്, പോത്ത് എന്നിവ സാധനങ്ങൾ നമ്മളെ എന്നൊക്കെ ഞങ്ങളവിടെ ഫ്രിഡ്ജിലുണ്ട്. എന്റെ തൊള്ളിയില് പുണ്ണുണ്ടായിട്ടോ. ചുണ്ട് വീങ്ങിട്ട് എന്നോടാ ചേച്ചി ഫെയർ ലെവൽ ഇട്ട് നിക്കാണ്. കണ്ടോ രഹസ്യം? എവിടെ അതിലൊക്കെ ഉണ്ട്, കയ്യുമ്പോ കൂടെ ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ ദോശമാവാണ്. എല്ലാവരും വിചാരിച്ചു വല്ല സൺസ്ക്രീമോ മറ്റേ നൈറ്റ് റോട്ടീനൊക്കെ കഴിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇപ്പാക്ക് ഇനി എന്താപ്പോ? ഇപ്പാക്ക് ഈ രാവിലെ ഇഡ്ഡലി കൊടുത്താൽ ഉച്ചക്കും ഞമ്മള് ഇഡ്ഡലി കൊടുക്കും. പച്ചക്കറി ആവിയിൽ വേവിച്ചത് കൊടുക്കും. അപ്പൊ എന്തേലും ഉച്ചക്കൊക്കെ എന്തേലും ഒരു ആവിയിൽ വേവിച്ചങ്ങാണ്ട് കൊടുക്കാൻ നോക്കണം. ഒന്നും കൊടുക്കണ്ട പറഞ്ഞിക്കണം. അപ്പൊ നമ്മള് കൊടുക്കാതെ ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിങ്ങനെ. ചായ അല്ല, ചൂടുള്ളാണ്. അതായത് തിന്നാനൊന്നുമില്ല. ഇങ്ങനെ ആവിയിൽ വെച്ച് 3 ഭക്ഷണം മൂപ്പര് പറഞ്ഞോണ്ട് അയലും ഉണ്ട്. അല്ലെങ്കിൽ ആവും ഉണ്ടാവൂല അല്ലേ? ഇതിന്റെ മൂടി എവിടെയാവോ? അത് കത്തി പിടിച്ചട്ടാ ആദ്യം. ദോശമാവ് പൊന്തല് കുറവാണല്ലേ? പെരും തണുപ്പിട്ടൊന്നൊക്കെ നല്ല തണുപ്പാ. അത്രക്ക് കുറയുള്ളൂ, അല്ല പൊന്തുള്ളൂ. ഇന്നത്തെ പരിപാടി എന്തെങ്കി? കാര്യായിട്ട് പരിപാടിയൊന്നും ഇല്ല. എന്തെങ്കിലും ഷോർട്ടോ റീലെല്ലാം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ചായക്ക് അവിടെ വെള്ളം ഉണ്ടാവും. ഇനി കറിക്ക് വെണ്ടക്ക കറിയൊക്കെ അല്ലേ? വെണ്ടക്ക ഉണ്ടോ? വെണ്ടക്ക കറിയൊക്കെ. ഇപ്പൊ മീന്, കോഴിക്കറി അങ്ങനെ ഒന്നും ആലോചിച്ചതിന്റെ എന്നല്ല. ഞങ്ങളൊക്കെ ഇനി ഭയങ്കര ചൊർക്കാരം. മമ്മൂട്ടിയൊക്കെ അതിലെ ചൊർക്ക്. പച്ചക്കറി തിന്ന, ആപ്പിൾ തിന്ന, അങ്ങനത്തെ. ഞങ്ങളൊക്കെ ഇനി തുടുത്തിട്ടൊക്കെ അച്ചാറ് കഴിഞ്ഞോട്ടോ. പെരിയത്തെ അച്ചാറ് കഴിഞ്ഞു. അച്ചാറ് എന്താ ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞ അച്ചാറ് കഴിഞ്ഞു. അച്ചാറ് വേറൊന്നുമില്ല, അയലും കൂട്ടണ്ടേ. അത് കൂട്ടിയിട്ട് ഒന്നിച്ച് കൊണ്ടുങ്ങി എരു തട്ടിട്ടേക്കാരം. അല്ലാതെ ആപ്പിൾ തീറ്റ മത്സരത്തില് കടിച്ചതാ. നല്ലതാ. ജയിച്ചണം. മറ്റവനവിടെ കള്ളക്കളിയായിട്ടാണ് ചേച്ചിൽ ആവശ്യമായിട്ട് തിന്നാ തിരിച്ചറിയുന്നില്ലല്ലോ. മറ്റോൻ കള്ളക്കളി കൂട്ടിയിട്ടും കാര്യൊന്നുമില്ല. എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ പിന്നെ കണ്ടത്. ഓനതാ എന്റെ തൊള്ള പൊളിയണില്ല, കടിച്ചാൻ വെയ്ക്കില്ല. അപ്പൊ എന്താ കയ്യേറ്റ് കടിച്ചിട്ട് വെയ്ക്കണില്ല. കള്ളപ്പരിപാടി കൂട്ടിയിട്ട് ഓന് വെയ്ക്കണില്ല. സംഭവം അതാ ഉദ്ദേശിച്ച പറയണത്. നമ്മക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല. ദോശയൊക്കെ ചുട്ട് കറിയൊക്കെ ഉണ്ടാക്കി. ഉച്ചക്കത്തെ കറിയൊക്കെ കാട്ടല്ലേ എന്താ ഏതാന്നൊക്കെ വെറൈറ്റി കറികളൊക്കെ. അപ്പൊ നമുക്ക് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇന്നത്തെ വീഡിയോ തുടങ്ങി. ഓളം അവിടെ കൊണ്ടുപോയി തട്ടുന്നത് വരെ ഉള്ളത് കാട്ടിത്തരാം. ഞാൻ ഒന്ന് പോട്ടോ. ഇന്നലെ അങ്ങനെ വന്ന് നിന്നതാ. അപ്പൊ നമ്മൾ ഏതായാലും ദോശയും കാര്യമൊക്കെ ചുടട്ടെ. 10 8 ചുട്ടിന് ബാക്കിമാട് ചുടാണ്ട് അല്ലേ? ഇതിലാണെങ്കിൽ ഇപ്പാക്കില്ല ഇഡ്ഡലി മാവ്. ഉപ്പൊന്നും ഇല്ല ടേല്. ഉപ്പൊന്നും പറ്റൂല. ഒന്നുമില്ല. പാവണ്ട് എങ്ങനെ എന്നാലും ഉപ്പ പറയണ കുഴപ്പമില്ലാന്നില്ലേ? ദീന മാറാനല്ലേ കുഴപ്പമില്ല. പിന്നെ നമ്മളായിട്ട് കൊടുത്തിട്ടും കാര്യല്ലേ. നമ്മളിപ്പോ അത് മാറാൻ നിക്കല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയാ. എങ്ങനെ നമ്മളെ കടിയൊക്കെ ആയി. അപ്പോത്തിന് സമയം ഇവിടെ വെണ്ടക്ക അരിയല്ലോ തുടങ്ങി. ഇതാണ് അടിച്ചൊരു തോത്താൻ പോവാം തുറക്കാൻ. ഇവിടെ നെറ്റിമത്തെ ഇത് പോയിട്ടില്ലല്ലോ. കണ്ണട്ടാക്കാൻ വെച്ചാണ്. അപ്പൊ ചായയും കടിയൊന്നും തിന്നിട്ടില്ല. അപ്പോതിനുള്ള വെണ്ടക്കറി. അമ്മ ചീത്ത അറിയാണ്. അവിടെ നിക്ക് ചായ കുടിച്ചിട്ട് കറി ഉണ്ടാക്കാം. അതുണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊക്കെ ഉണ്ടല്ലോ പണിയൊക്കെ വേഗം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അതൊക്കെ സുഖം. പൈച്ചുണ്ട്. കോല് ചായ കുടിച്ചുമ്പോ ഞാൻ നട്ടും വേഗം അടിച്ചൊരു തോത്താൻ പോകും.
അപ്പൊ ചപ്പള ചാടിച്ചോ? അതിന് കുടിച്ചു. എന്നിട്ട് തിരുമ്പാൻ കുടിച്ചോളൂ. തിരുമ്പലും കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പത്തി ചോറാവും. സിപ്പിനെ പറ്റി ചോമ്പത്തിന് 40,000 കച്ചി തന്നോണ്ടിട്ടോ. ഇതിന് നോക്കണീനോ? എന്തായാലും നല്ലൊരു നോക്കണ ആളെ നിർത്തിക്കൂടെ വെച്ച് എന്റെ പിരാഗവും കേട്ട് നിക്കണേന് ലമ്മ. അതിലേറെ നല്ല നോക്കണ ആളെ നിർത്തിക്കൂടെ? വെണ്ടക്ക കറി തേങ്ങ അരച്ചേക്കാനല്ലേ? സവാള ഒന്നുമില്ല. അതാ നിലത്ത് കിട്ടു. നമ്മളങ്ങനെ വെട്ട് കൊടുക്കില്ല. നമ്മളെ ഉള്ളി കൊണ്ട് തേങ്ങയില്ലേ? ഒന്ന് പൊട്ടിച്ചാണ്ടോ ഇല്ലേ? തേങ്ങ കഴിഞ്ഞോ? ഒക്കത്തിനുണ്ടല്ലേ? ഇപ്പൊ പല്ലേക്കാൻ വയ്ക്കണു. കുടിച്ചോടുന്നോളി. ഇതെങ്ങനെ പൊട്ടിച്ചു നോക്കട്ടെ. ഞാൻ കൊള്ളേറ്റേ. പറയാൻ പറ്റൂല. അങ്ങനെയല്ലേ പൊട്ടിക്കല്? ഇങ്ങനെ ആദ്യം ഇതൊക്കെ വൃത്തിയേടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മള് ഒന്നും കളയൂല. ആരും കളയൂല. ഇല്ല കളയുള്ളൂ. അല്ലെങ്കിൽ ചുണ്ടുമ്പോ ചടങ്ങുകളൊക്കെ അവർക്ക് ടൈം കൊടുത്ത് ഇങ്ങനെ ആക്കും പോലെ അതിന്റെ വാലോ അത് കളയണം. നമുക്കിവിടെ തെങ്ങൊക്കെ ഉണ്ട്, പക്ഷെ കായ്ച്ചിട്ടില്ല. നമ്മൾ എത്ര കൊല്ലം കായ്ച്ചും പറഞ്ഞടി? എത്ര കൊല്ലം കായ്ച്ചും പറഞ്ഞാണ്ട് കൊടുന്ന? 2 കൊല്ലൊക്കെ ആവുമ്പോ കായ്ച്ചു. പക്ഷെ കായ്ച്ചില്ല. ഉണ്ടായി വെച്ച തെങ്ങുണ്ടായി. റെഡി 1 2 3 4 5 6 ഒരീസേ ഈ ഏടിയിലില്ലേ എന്റെ കയ്യൊടുങ്ങി. ഭയങ്കര വേദന. അഭ്യാസം കാട്ടിലെത്തിക്കണ്. അല്ലെങ്കിൽ വെള്ളം കളഞ്ഞ കുടിച്ചുടേനോ? അതാണ് വയറാള്. ഉമ്മ എന്താ കറി ഉണ്ടാക്കിയേ? അപ്പൊ ഇന്നലെയൊക്കെ കറിയൊന്നും കൂട്ടാതെ കൊടുത്ത. അപ്പൊ ഇന്ന് എന്തേലുമൊക്കെ ആയിട്ട് എണ്ണയും കടുക് അങ്ങനത്തെ ഒന്നും ഇടാതല്ലേ? ഇതില് തുള്ളി മുളകല്ല മഞ്ഞൾ ഇട്ടുകാണ്ടേ ഉപ്പിടാതെ വേവിച്ചു കൊടുക്കട്ടെ. വെണ്ടക്ക കറി മാറ്റിയേക്ക് ചായ കുടിച്ചിട്ട് ഉണ്ടാക്കാം. പൈച്ചിട്ട് നിക്കാൻ ചുമ്മാ കറി ഉണ്ടാക്കുന്നു. എന്റെ കത്തിയാണല്ല കത്തിമാൻ്റെ അടുത്ത് ആകെ ഒരു കത്തി ഉണ്ടാണെ മുറിച്ചാലും മുറിയില്ല. നമ്മള് ശക്തിന് നമ്മള് നാട്ടിലെ ശക്തിനെ എങ്ങനെയാ വെച്ചാല് തീ കത്തിച്ചു. തീ എവിടെയും കത്തിച്ചൂല. അതെ തിന്നണ്ടോ? അനക്ക് വേണ്ടി കുഞ്ഞൊക്കെ ഉണ്ടാക്കിക്കുന്നതൊക്കെ വാ. എനിക്ക് പിന്നെ എന്താണ്ട് ഇഡലി ഉണ്ടാവാണോ? അപ്പന്റെ ഉപ്പിടാത്ത ഇഡലി തീരും പറ്റൂല, ഇഷ്ടല്ല. ഞാൻ അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഞാനും ഒന്ന് ദോശ ഇടും. ബാക്കി എല്ലാവർക്കും പറ്റൂല. എല്ലാം തിന്നോള്. പറയാ എന്റെ ഉമ്മാനോട് ചോദിച്ചു നോക്കി. അന്നെ അപ്പൊ അങ്ങള് കാണണം. ചോദിച്ചു നോക്കി ഉമ്മാനോട് ചോദിച്ചോ. പക്കാവ തട്ടണ യൂട്യൂബറായിരുന്നു. എണ്ണ ഇങ്ങനെ പുകയണം കേട്ടോ. അല്ല ചട്ടി ഇങ്ങനെ പോകണം. പച്ചക്കറി തിന്ന് തല ഇതില് ആവശ്യത്തിന് വെള്ളം പാർന്നിക്കണോ. മുളക് പൊടി ഇട്ടല്ല ഉണ്ടാക്കണേ? അല്ലമ്മ മുളക് ഇട്ടില്ലല്ലോ. കടുക് പൊട്ടിച്ചിട്ട് ഇത് നമ്മള് ഒരു പ്രാവശ്യം കാട്ടി കൊടുത്തിക്കണ ഈ ചട്ടിന്. കരിയേപ്പിന്റെ ഉടമ തല്ലൂടല്ലേടാ. ചട്ടി പുകയണം പറഞ്ഞ പുകച്ച് പുറത്തടിച്ചിട്ടുണ്ട്. ഇത് പുക ചട്ടിനിയാണ്. അപ്പൊ വിസ്മയില് കടുകിട.
അള്ളാ കടുകിന്റെ അതും ഇടുക. എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പലതും ചാടി പോകും. പക്ഷെ അതിൽ നമ്മൾ തവണ ഓള് പായണുണ്ട് അതിന്റെ ഇടയ്ക്ക്. പിന്നെ കുറച്ച് മുളകിട, കുറച്ചേരി അല്ലാ കുറച്ചൊക്കെ എരിയാന്ന് സിമ്മിലാട്ടോ കുറച്ച് കുട്ടിയെന്നാ പോയാല് നമ്മളെ ഈ ചൂടായാലും അടുക്കള എങ്ങനെ സഹിച്ചനാവാ അമ്മായിമ്മ വെച്ചുണ്ടാക്കി തിന്നലേ. ഓ അതാ സ്പൂണൊക്കെ പോയി. അങ്ങനെ അതാണ് അതിന്റെ ടേസ്റ്റ്. ഒരു സ്പൂൺ ഇടണം കറിയില്. അതേപോലെ നമ്മള് കടുക് ഇടുമ്പോ അതിന്റെ മൂടി ഇടണം, മുളക് പൊടിന്റെ മൂടി ഇടണം. സ്പൂൺ അതടി അത് കുറച്ചേരം വേഗണം. അപ്പൊ ആ കറിന്ന് ഇങ്ങനെ പൊന്തി വരുമ്പോ കണ്ടോ. ഇത് മറ്റേ സിനിമയിലേ അനീഫിട്ടില്ല സാമ്പാറിന് മാതിരി കൊടുത്ത തിന്നും ചേച്ചിട്ടോ. കോഴിക്കാരാണ് എന്നിട്ട് 2 ദിവസം കോഴിക്കാരൻ എന്നാത്തോട്ടെ തിന്നു. നമ്മൾ ഉപ്പ് പ്രധാനമായിട്ടുള്ള സാധനമാണ് ഉപ്പ്. ഇതാണ് നമ്മളെ ചട്ടിനി. ഇതിന് ഞങ്ങള് ചുവന്ന ചട്ടിനി എന്ന പേരിട്ടിക്കണം. വെള്ള ചട്ടിനി ഉണ്ട്, ചുവന്ന ചട്ടിനി ഉണ്ട്, പച്ച ചട്ടിനി ഉണ്ട്. പച്ചയുണ്ടോ? മല്ലിച്ചപ്പൊക്കെ അയച്ചുണ്ടാക്കലുണ്ടോ? അവിടുത്തെ വേറെ ഉള്ളി തക്കാളി ഒക്കെ ഇങ്ങനെ അരച്ചിങ്ങാൻ ഉണ്ടാക്കാൻ നല്ല രസാ. ഞാൻ ഉണ്ടാക്കിയില്ലേ അത് ഞാന് അതിന്റെ റെസിപ്പി നമ്മൾ നാളെ വീടിലിട്ടീന്. കുറച്ച് തേങ്ങ, കുറച്ച് ഉള്ളി, തക്കാളി. നമ്മളെളുപ്പ പണിക്ക് ഇങ്ങനെ ഉണ്ടാക്കും. അല്ലോണ്ട് അളക്കണ്ട, അപ്പൊ ഓഫാക്കാം. അതിന് നമ്മളെ കറി വേടായിട്ടോ, ഞാൻ അത് നോക്കണ്ട. ഞാന് ആ വെണ്ടൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഇത് ഓഫാക്കിട്ടോ. വെണ്ടക്ക റെഡിയാക്ക. ഇജ്ജ് വെണ്ടക്ക ഉണ്ടായിക്കാം, ഞാൻ കുടിച്ചോട്ടെ. നമുക്ക് കുടിച്ചല്ലേ ഇപ്പൊ ഈ കടുകിന്റെ അടുത്തുമ്പോ എണ്ണ ഉണ്ട്, ഒന്ന് കരിയാത്ത ഉരുകിണ്ടല്ലോ. 10 പിരാഗി പോന്നെ എണ്ണ നല്ല ചൂടായില്ലേ. പിന്നെ എങ്ങനെ ദിവസേ ചാവടിച്ചാൻ പ്ലേറ്റ് എടുത്ത് പോരെ. അങ്ങനെ സമന തുടക്കല്ലാണ്. ചായയുടെ കഴിഞ്ഞ് തുടക്കലും കഴിഞ്ഞു കേട്ടോ. അവിടെയും പാടേ ഉള്ളു. അപ്പോത്തിന് ഞാൻ വെണ്ടക്കക്കറി വെക്കാണ്. എല്ലാരും ഓളെ പണിയെടുപ്പിച്ച് പറഞ്ഞ് കമന്റ് വരും. ആയിക്കോട്ടെ. എന്താണ് ഞാൻ പറയില്ല. വെണ്ടക്കക്കറി ഉണ്ടാക്കുന്ന ആള് ഞാനാ. അപ്പൊ ആയിക്കോട്ടെ. രസം മടിച്ച് തിന്നണ്ട. തിരുമ്പാലുണ്ട്. ഓള് കഴിഞ്ഞിട്ട് തിരുമ്പാൻ ഇറങ്ങാണ്. പോയി തിരുമ്പാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ ഓളോളെ പണിയെടുക്കട്ടെ, ഞാൻ എന്റെ പണിയെടുക്കട്ടെ. ഉമ്മാക്കും ഉപ്പാക്കും അവിടെ എന്തോ കൊയമ്പ് തേക്കണ പണിയാ. നോക്കാം. ഉമ്മാ കൊയമ്പേക്കുക കാലുമല്ലേ. കാലുമി പിന്നെ അവിടെ തേക്കട്ടെ, മേത്തേക്കണോ? രണ്ട് കാലില്ലേ? ഈ കുപ്പിക്ക് നല്ല റേറ്റ് ഉണ്ടല്ലേ. കഴിയാനായി. കോയമ്പിനാണ് വില. ഏതായാലും മാറിയാ മതി. 2 ദിവസം കൊണ്ട് ആ പള്ളി അങ്ങോട്ട് കുറഞ്ഞു. അതാ പിന്നല്ലേ. കണ്ട നല്ല തേന് മാതിരി അല്ലേ. നല്ല മണമുണ്ട്. അടിയിൽ തണുപ്പുണ്ടാവും. ഇതൊരാഴ്ചക്കില്ലതാണ് അജാനായി. ഇനി മറ്റേ കോയമ്പ് എപ്പോഴാ?
ഇനി കുഴമ്പ് വേണ്ടേ? ഈ ഒന്നേ ഉള്ളൂ. ഒന്നുള്ളൂ. അപ്പൊ നമ്മളവിടെ ഒരു അടവിന്റെ കാക്ക നിൽക്കുന്നത്. ഇപ്പാക്ക് തുണി ഇട്ടിട്ട് ആ തുണി നിലത്ത് കൂടെ ചെയ്യുമ്പോ നടക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ട്രൗസർ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. കോട്ടമാണല്ലേ മാ, കോട്ട ഇടയിലാ നല്ലത്. ഓയ് കളിച്ചാൻ പോയിക്ക. എന്തൊക്കെ ആവണേ? എന്താണ് സാധനം? മേലൊക്കെ ഇട്ട് കൊയിഞ്ഞാടിയേ? അത് തടഞ്ഞില്ലേ മരത്തുമ്മേ? എന്തൊരു സാധനം. മുട്ടിന്റെ അത്രക്ക് ഉണ്ടോ? ചെറുത് വേണ്ട, അങ്ങനത്തെ ഒന്നോട്ടല്ലോ. ട്രൗസറ് മതിയില്ലേ മാ? ഞാന് കൊയച്ച് മറിച്ചിട്ടുണ്ട്. മാക്സി നോക്കുകയാണല്ലോ. അത് രസമുണ്ട്. കറുപ്പ് ഇല്ല, ഇതാ പെയിന്റ്. ഇത് പെയിന്റ് അല്ല. ആണ് ഉള്ളിക്കില്ലതേ. ഇത് പോണുണ്ടാക്കാം. ഇത് തുണിമല അമ്മ. ഇതും ഒരു കട്ടിപ്പ് വരും. അതാണ് ഇതിന്റെ ഉള്ളുണ്ടജ് അവിടെ ഇല്ല. ഇവിടെ ഇതിങ്ങനെ മറ്റിങ്ങനെ ആ ഒരു മിനുസോല് കട്ടി വരുന്നുണ്ടെങ്കിൽ പോവില്ല. ഇതുണ്ടോ, ഇതിന്റെ ഉള്ളിൽ കൂടെ നല്ലോണ്ട്, അതുകൊണ്ട് പോവില്ല. ഇനി അഥവാ വാങ്ങിട്ട് പോവുകയാണെങ്കിലേ ഇന്നെ ചീത്താറി. ഇനി നിങ്ങളും ചീത്താറി. ആ രസമുണ്ട് കാണാൻ. അടിപ്പാവാട ഉമ്മാന്റെ പാവാടൊക്കെ സംഭവമാണ്. എന്താടാ അനക്കെന്താ? എനിക്ക് എല്ലാം വരുന്നോടത്തൊക്കെ എനിക്കെല്ലാം വേണം. ഉണ്ടാ പോയിക്ക ചേർന്ന് നമുക്ക് പിന്നാങ്ങ. എനിക്കൊന്നും ഉണ്ടാവൂല. എനിക്ക് ഇപ്പൊ അടുത്ത് നല്ലോ വാങ്ങിക്കണ മതി. കാക്കാന്റെ അടുത്ത് എല്ലാ സാധനവും ഉണ്ട്. നിങ്ങൾ ഏതൊക്കെ വൈക്കൂടെ കാക്കാ പോല്? ഏതൊക്കെ വൈക്കൂടെ പോല്? ഇച്ചണ്ട് പോണ്ട. അല്ലേ ഏലൊക്കെ പോക്ക് വിചാരിച്ചു. നിങ്ങളെ പേരടെ? അതിലൊക്കെ എത്തൂല്ലേ? മുണ്ടതുള്ളൂ. മുണ്ടിനും ചൊറുക്ക് നോക്കണ്ട് നിങ്ങള്. ട്രൗസർ രണ്ടെണ്ണം എടുത്തമ്മ. അതൊക്കെ നല്ല രസമുണ്ടല്ലോ. ചുങ്കുടിയത് അതല്ല, ഇത് നല്ല രസമുണ്ട്. മാക്സി ഇതിനെന്താ വില? എന്താ വില? 240. അല്ല, ഇത് 210. നല്ല വീതിയും വലിപ്പമല്ലതാ. ഇതാണ് വീതി വലിപ്പം. അതിലെ രസം കുറവ്. അവിടെ 210. എടുത്തോളി. ഇങ്ങടി ആ ഒറ്റ കളറ് പച്ച. കൊറേ നെറ്റിയാളുണ്ട് കേട്ടോ. അടിപൊളി. ഇതിനൊക്കെ എന്താക്കാ വിലകള്? 210. ഒക്കെ 210 നല്ല നല്ല അടിപൊളി അടിപൊളി നെറ്റിയാള് ഉണ്ടെങ്കിൽ നമ്മളെ കാക്കാനെ സന്ദർശിച്ചേ. അപ്പാക്ക് ജ്യൂസ് അടിച്ചിട്ടില്ല മാ. ക്യാരറ്റ് രാവിലെ കടിയുന്നുണ്ടെ, പിന്നെ ഉച്ചക്ക് തിന്നലേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് കൊടുത്തു നോക്കാറിഞ്ഞിട്ട് നല്ല കറുത്താണ്. ഉറങ്ങിയിട്ടൊന്നുമില്ല. ജ്യൂസ് കുടിച്ചോളിപ്പാ. ക്യാരറ്റ് ചോറയും ചായയുടെയൊക്കെ കഴിഞ്ഞ് പോവാണ്. ഒരാള് മറ്റോ മോണ സങ്കടത്തിൽ ഓനെ കൊണ്ടോണ്ടാറിന് നിക്കാണ്. എന്റെ ഒന്നും പാടുണ്ട് അവിടെ.
അവിടെ പെരിയിലുണ്ടേ അതിനിട്ട് പോന്നതാ. അതിനങ്ങനത്തെ ഒരു ആരും ഇല്ല ഇതാ അല്ലേ പോയിട്ടില്ലേ? അപ്പൊ കവറൊക്കെ ഉണ്ട്. ഇന്നലെ വന്നതാ. ബാഗും ഉണ്ട്. വന്നപ്പോ കവറില്ലേ, ഇനി ബാഗ് അത്ര ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.